സെക്കൻഡ് ഹാഫ് തീയാണ്. ഒരു ക്ലൈമാക്സ് ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അയ്യപ്പനും കോശിയുടെ ഒരു ഈഗോ ക്ലാഷ് ഉണ്ടല്ലോ. ഈ ഇന്ദുഗോവിന്റെ ഏറ്റവും നല്ല ബുക്ക് അഡാപ്ഷനാണ് സോഫാർ ഇതുവരെ വന്നിട്ടുള്ളതിൽ ഏറ്റവും നല്ല ബുക്ക് അഡാപ്ഷനാണ്. നല്ല രീതിക്ക് അത് ചെയ്തിട്ടുണ്ട്. ഫാമിലിക്കൊക്കെ ഫാമിലിക്ക് പറ്റിയ പടം. പടം അടിപൊളിയായിരുന്നു, നല്ല രസമുണ്ട്. മൊത്തത്തിൽ നല്ല എൻഗേജിങ് ആയിരുന്നു, നല്ല സാറ്റിസ്ഫൈഡ് ആണ്. എല്ലാവരും നമ്മൾ വന്ന് കാണണം. ബേസിലിന്റെ നല്ല പെർഫോമൻസ് ആണ്, നല്ല പെർഫോമൻസ് ആയിരുന്നു. നമ്മൾ ഒട്ടും പ്രഡിക്റ്റ് ചെയ്യാത്ത രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആണ് രണ്ടുപേരുടെ അടുത്തൊന്നും നമുക്ക് കാണാൻ പറ്റിയത്. ലൈക്ക് നല്ല മൂവി. നന്നായിട്ടുണ്ട്, രസമായിട്ടുണ്ട്. ഭയങ്കര ഒരു എനിക്കൊരു ബേസിലിന്റെ കയ്യിൽ നിന്ന് ഇങ്ങനത്തെ ഒരു അറ്റംപ്റ്റ് ആദ്യമായിട്ടായിരിക്കും. അടിപൊളി പടം, യൂത്തിന് എല്ലാവർക്കും കാണാൻ പറ്റിയ ഒരു ഫീൽ ഗുഡ് മൂവി എന്ന് പറയാം. ഐറ്റമാണ്. ഒരു കൊല്ലം ബേസ്ഡ് സ്റ്റോറിയാണ് പോകുന്നത്. ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത് സജിൻ ഗോപുവിൻ്റെ ബേസിലിൻ്റെ ഒരു കോംബോ സീൻസ് ഒക്കെയാണ്. ഒരു കലാഭവൻ ടച്ച് സജിൻ ഗോപുവിന് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. അതുപോലെ ബേസിൽ സെലക്ട് ചെയ്യുന്ന മൂവീസിൻ്റെ ടോട്ടലി ഡിഫറെൻ്റ് ആണ്. ലാസ്റ്റ് വന്ന പടങ്ങളായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ബേസിലിൻ്റെ പെർഫോമൻസ് ടോട്ടലി ഡിഫറെൻ്റ് ആണ്. ഒരു എന്നാ പറയുക, അതുപോലെ ലിജിമോളുടെ പെർഫോമൻസ് ഒരു ഫാമിലി മൂവി തന്നെയാണ്. ഫാമിലീസ് ഇവിടെ ഉറപ്പായിട്ട് ഏറ്റെടുക്കുള്ള എല്ലാ ചാൻസസും ഉണ്ട്. ഹിറ്റ് വേണം, അങ്ങനെ തന്നെ പറയാം. ഒരു സെക്കൻഡ് ഹാഫ് തീയാണ്. ഒരു ക്ലൈമാക്സ് ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അയ്യപ്പനും കോശിയുടെ ഒരു ഈഗോ ക്ലാഷ് ഉണ്ടല്ലോ. ആ ഈഗോ ക്ലാഷ് ഈ പടത്തിൽ ഓൾറെഡി നമുക്ക് പ്രേക്ഷകർ എന്നുള്ള രീതിയിൽ ഓൾറെഡി കിട്ടുന്നുണ്ട്. സജിൻ ഗോപുവാണ് എനിക്ക് എന്താ പറയുക, കിഡ് പെർഫോമൻസ്, ഒന്നും പറയാനില്ല. പുള്ളി നിൽക്കുന്ന ഓരോ ഷോട്ടും ക്ലോസപ്പ് ഷോട്ടൊക്കെ എന്നിട്ട് എടുത്ത് നമുക്ക് ഭയങ്കര ഒരു രസമായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ബേസിലിൻ്റെ ആയിട്ടുള്ള ഡയലോഗ് പ്രസൻറ്റേഷൻ ആണെങ്കിലും ബേസിലിൻ്റെ റൂമിൽ നിന്നുള്ളൊരു ഡയലോഗ് ഡെലിവറി ഉണ്ട്. റൂമിൽ നിന്നുള്ള പെർഫോമൻസും എഴുന്നേറ്റ് നിന്ന് കൈയടിക്കും. സോ ടോട്ടലി പറയുകയാണെങ്കിൽ ഫാമിലി ഇപ്പോൾ ഇവിടെ ഏറ്റെടുക്കാനുള്ള എല്ലാ ചാൻസസും ഉണ്ട്. നെക്സ്റ്റ് ഹിറ്റ് ആയിരിക്കും. ഒരു വെറൈറ്റി മൂവി, ഒരു കൊല്ലം ബേസ്ഡ് സ്റ്റോറി പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ലൊക്കേഷൻസ് ആണെങ്കിലും അതുപോലെ പെർഫോമൻസ് ചെയ്തേക്കുന്ന എല്ലാവരാണെങ്കിലും ആർട്ടാണെങ്കിലും ക്യാമറ ആണെങ്കിലും ഡയറക്ടർ ആണെങ്കിലും പിന്നെ ഇന്ദുഗോപൻ്റെ നോവലാണ് സിനിമ അയക്കുന്നത്. സോ അതിനുള്ള എല്ലാ എലമെൻറ്റ്സ് സിനിമാറ്റിക്കിൽ വന്നപ്പോൾ ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ടോട്ടലി നല്ല പടം.